ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ പൊതിച്ചോറിൽ മസ്റ്റായിട്ടുള്ള 2 കറികളാണല്ലോ, മുട്ട പൊരിച്ചതും പിന്നെ തേങ്ങാ ചമ്മന്തിയും. അങ്ങനെ വാഴയിലേക്ക് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഇനി നല്ലൊരു തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഉപ്പും എല്ലാം കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ വെച്ച് നല്ലൊരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കല്ലിൽ നല്ല ചൂട് ചോറിട്ട് നന്നായിട്ട് ചമ്മന്തിയൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് നമ്മുടെ കുട്ടീസിനൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോറ് പൊതിയൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പഴയ മനോരമ പത്രമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വാഴയില വാട്ടിയത് വെച്ചു, ചൂട് ചോറ് വെച്ചു, കുറച്ച് ഉപ്പ് എണ്ണ ഒഴിച്ചിട്ട് തോരനും പിന്നെ ഓംലെറ്റ് പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മോര് കറി, പിന്നെ നമ്മൾ കല്ലിലരച്ച് ചമ്മന്തി, കൂട്ടത്തിലൊരു അച്ചാറ്, ഇതൊക്കെ വെച്ച് നമ്മുടെ പൊതിച്ചോറൊന്ന് പൊതിഞ്ഞെടുക്കുവാണേ. അങ്ങനെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ കുട്ടി പൊതിച്ചോറ് റെഡി. ഇതങ്ങനെ ഒരുപാട് സമയം വെക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൊതിയൊക്കെ തുറന്ന് എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണിയുടെയും മന്തിയുടെയും ഒക്കെ സ്ഥാനം ഈ ഒരൊറ്റ പൊതിച്ചോറിൻ്റെ പിന്നിലാട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ.